ഇന്നൊരു ചൈനീസ് ഡിഷ് റെഡിയാക്കാം. അപ്പോൾ ബോൺലെസ് ചിക്കനാണ് അതിലേക്ക് വേണ്ടത്. ബോൺലെസ് ചിക്കൻ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കുഞ്ഞ് പീസാക്കുന്നത് വേറൊന്നുമല്ല, ഇവരുടെ ഡിഷസൊക്കെ ഭയങ്കര വെറൈറ്റിയാണ്. അപ്പോൾ റൈസിൻ്റെ മുകളിലായിട്ട് ചെയ്തെടുക്കുന്ന ഒരു കറിയാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ചിക്കൻ ഇനി നമുക്ക് ഫ്രൈയും കൂടെ ചെയ്തെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നോക്കാം. അപ്പോൾ ക്യാപ്സിക്കം വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു ബോക് ചോയ് റെസിപ്പിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് സൈഡായിട്ട് വെക്കാനായിട്ട്. പിന്നെ ഇത് സ്റ്റെം ഓഫ് ഒണിയനാണ്. ഇത് ബോക് ചോയിലേക്ക് ചോപ്പ് ചെയ്യാനുള്ള ഗാർലിക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബോക് ചോയ് സാലഡ് നല്ല ഹെൽത്തിയാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ലീഫൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ലീഫൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പിന്നെ സ്റ്റെം ഓണിയൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ബോക് ചോയ് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഉപ്പും കുറച്ച് വെജിറ്റബിൾ ഓയിൽ മാത്രം ചേർത്തിട്ട് വെറും 2 മിനിറ്റ് മാത്രം ഈ ബോക് ചോയ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കൂടുതൽ ആയിക്കഴിഞ്ഞാൽ ഓവർ കുക്കായിട്ട് അതിൻ്റെ ആ ഒരു പെർഫെക്ഷനൊക്കെ പോവും. അപ്പോൾ 2 മിനിറ്റ് മാത്രമാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് കേട്ടോ ഓയിസ്റ്റർ സോസ്, സോയ സോസ്. ഇതാണ് നമ്മൾ ഈ സാലഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 2 സോസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഓയിസ്റ്റർ സോസും സോയ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഓയിസ്റ്റർ സോസ് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ സോയ സോസ് മാത്രം ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് ബോക് ചോയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സാലഡ് റെഡിയായി. ഇനി ഒരു പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ക്യാപ്സിക്കം സ്റ്റെം ഓണിയനൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കറി രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കറിയുടെ ഒരു റെസിപ്പി. ഇനി ഇതിലേക്ക് ചൈനീസ് റൈസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓൺലൈനിൽ തായ് റൈസ് കിട്ടും, അത് ഇതിലേക്ക് അടിപൊളിയാവും. നമ്മുടെ മട്ട റൈസ് ഒന്നും ഓക്കെ ആവില്ല. ഫൈനലി റൈസിന് മുകളിലായിട്ട് കറി ഒഴിക്കാം. പിന്നെ നമുക്ക് സാലഡും കൂടി കൂട്ടിയിട്ട് സെർവ് ചെയ്യാം.